എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ലേറ്റായി വീഡിയോ വരാനായിട്ട്. കാരണം ഇവിടെ ഭയങ്കര മഴയും അതുപോലെ തന്നെ പവർ കട്ടൊക്കെ ആയിരുന്നു, അതുകൊണ്ട് പറ്റിയില്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും ഞാനിപ്പോൾ ആദ്യം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വോയിസ് കോൾ കേൾക്കാം, അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മഹാനായ അക്ബറെ പോലും തികച്ചും മതേതരനാണത്രേ നമ്മുടെ പുത്തൻ നന്മമരം. അത്തോളി സ്വദേശി രമ്യ നായരാണത്രേ പുള്ളിയുടെ ബീവി. ലോറിയുടെ പേര് മാറ്റണമെന്ന് മോഹിച്ച പോലെ രമ്യാമ്മയുടെ പേര് മാറ്റി തട്ടത്തിൻ മറയത്ത് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഹിന്ദുക്കളോട് ഇത്രയും സ്നേഹമുള്ള നന്മമരത്തെ പടി പറയുന്ന സംഖ്യകളെ വെളിച്ചത്ത് ചോറ് കൊടുത്ത് ഇരുട്ടത്ത് കിടത്തി ഉറക്കണം. അല്ല പിന്നെ നിങ്ങള് പച്ച മനുഷ്യൻ തന്നെ പുള്ളേ. ഇതാണ് ഈ വർഗീയവാദിയുടെ. മഹാനായ അക്ബറെ പോലും തികച്ചും മതേതരനാണത്രേ നമ്മുടെ പുത്തൻ നന്മമരം. അത്തോളി സ്വദേശി രമ്യ നായരാണത്രേ പുള്ളിയുടെ ബീവി. ലോറിയുടെ പേര് മാറ്റണമെന്ന് മോഹിച്ച പോലെ രമ്യാമ്മയുടെ പേര് മാറ്റി തട്ടത്തിൻ മറയത്ത് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഹിന്ദുക്കളോട് ഇത്രയും സ്നേഹമുള്ള നന്മമരത്തെ പടി പറയുന്ന സംഖ്യകളെ വെളിച്ചത്ത് ചോറ് കൊടുത്ത് ഇരുട്ടത്ത്. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കേട്ടതെന്ന് പറയുന്നത് നമ്മുടെ സനാതനധർമ്മത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. ചിലരൊക്കെ എന്നല്ല, ഒരുപാട് ആളുകളുണ്ട്. ഞാനും അക്കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് എന്നും പറഞ്ഞ് എനിക്ക് അത്രയും മുറുകെയൊന്നും അല്ല ഞാൻ പിടിച്ചിരിക്കുന്നത്, കുറച്ച് അയച്ചൊക്കെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. എന്താണ് എന്ന് കരുതിയിട്ട് എല്ലാ കാര്യങ്ങളെയും എന്ത് കണ്ടാലും അതിനെയൊക്കെ ഒരു മഞ്ഞ കണ്ണോടുകൂടി കാണുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടുപ്പമുള്ള കാര്യമാണ്. മറ്റാരുമല്ല, നമ്മുടെ ഈ ലക്ഷ്മി കാനത്ത് എന്ന് പറയുന്ന സുന്ദരി ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ഒരു പോസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ശശികല ടീച്ചർ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ പോസ്റ്റൊക്കെ കണ്ടു. അതൊക്കെ കുറച്ചുകൂടിയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചുകൂടിയൊക്കെ വലിയ പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്മി ചേച്ചി രണ്ടാമതൊക്കെ ഇട്ട പുതിയ പോസ്റ്റുകളൊക്കെ. പക്ഷെ അതെല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചാൽ മതി എന്ന് കരുതി. കാരണം എന്തിനാണ് ഇവരുടെ വായിൽ നിന്നും വരുന്ന അനാവശ്യമായിട്ടുള്ള വർഗീയത തുളുമ്പുന്ന വാക്കുകൾ ഇങ്ങനെ എല്ലാവരെയും കേൾപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി. അപ്പം നമ്മൾ കാര്യത്തിലേക്ക് വന്നിട്ട് കാര്യം മാത്രം പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. എനിക്ക് ഇവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഞാൻ പറയുന്നത് നിങ്ങളോട് രണ്ടുപേരോടുമല്ല, ഇതുപോലെയുള്ള കമൻറ്റുകൾ ഇടുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള വർഗീയത മാത്രം മനസ്സിൽ ഒതുക്കി വച്ചിരിക്കുന്ന മനുഷ്യരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും ആർത്ത് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ജിഹാദികൾ എന്ന്. അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിങ്ങൾ സംഘികൾ എന്നിങ്ങനെ ആർത്ത് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നമുക്കിടയിലുള്ള ആ ഒരു അകലം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു വിളി ഒന്ന് നിയന്ത്രിക്കണം. രണ്ട് കൂട്ടരുടെയും പറയുന്നൊരു കാര്യമുണ്ട്, രണ്ട് കൂട്ടരും ചേർന്ന് ഈ ഒരു വിളി ഒന്ന് നിയന്ത്രിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ സമാധാനവും സന്തോഷവും ഒക്കെ കുറേയൊക്കെ ഇങ്ങ് വരും. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇതൊന്നും പറയാനായിട്ടല്ല ഇപ്പോൾ വന്നത്, പറഞ്ഞ കൂട്ടത്തിൽ കൂടെ തന്നെ പറയുകയാണ്. നിങ്ങൾ RSS പ്രവർത്തകരായിരിക്കും, BJPക്കാരായിരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ, അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരാണ് ചീത്തയായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള ആവശ്യമില്ലാതെ ഈ വാ തുറക്കുന്ന കുറേ എണ്ണത്തിന് കാരണം. സത്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, എന്തിനാണ് അന്ന് ഈ പറയുന്നത് പോലെ നമ്മുടെ അർജുൻ്റെ ബോഡി കാണാതായിട്ട് ആ ഒരു മഴയും മഞ്ഞും കാറ്റും വെയിലും ഒന്നും നോക്കാതെ കിടന്ന് കഷ്ടപ്പെടാനായിട്ട് മനാഫും അതുപോലെ കുറേ ആളുകൾ മാത്രം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവിടെ എങ്ങാനും ഈ പറയുന്ന ശശികല ടീച്ചറോ അതുപോലെ നമ്മുടെ ലക്ഷ്മി കാനത്തോ അതുപോലെ ഈ ഹിന്ദുവിനെ ഉയർത്തിക്കാട്ടിയിട്ട് ഹിന്ദുവിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന നിങ്ങളിൽ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? അത് എൻ്റെ ഒരു ചോദ്യമാണ്. നിങ്ങൾ ആരെങ്കിലും തന്നെ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. അന്ന് ഈ കിടന്ന് കഷ്ടപ്പെടാനായിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന മനാഫായിരുന്നു. എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ആ സഹോദരൻ നിങ്ങൾക്ക് അന്യനായത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ? നിങ്ങളുടെ വായിൽ നിന്ന് ഇത്രയേറെ വർഗീയത വരുന്ന നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ? നിങ്ങളൊരു അന്യ സമുദായത്തിൽപ്പെട്ട ആളാണ്, നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഹിന്ദുക്കളുണ്ട്, അർജുൻ ഞങ്ങളുടെ സഹോദരനാണ്, ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നമുക്ക് നല്ല പിടിപാടും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളൊക്കെ ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ആ ബോഡി ഞങ്ങൾ തന്നെ എടുത്തോളാം. ഞങ്ങളുടെ ആ ഒരു റിസ്കിൽ നമ്മൾ എത്ര ഉയരത്തിൽ പിടിച്ചിട്ടാണെങ്കിലും ശരി തന്നെ ആ ബോഡി ഞങ്ങൾ എടുപ്പിച്ചോളാം എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് നിങ്ങൾ മനാഫിനെ അന്നേരം നിങ്ങൾ അകറ്റി നിർത്തിയില്ല? അപ്പോൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ
നന്ദികേടിൻ്റെ അങ്ങേയറ്റമാണ് നിങ്ങളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. കാരണം ആ അർജുൻ്റെ ബോഡി കിട്ടി അതിൻ്റെ ആ ഒരു കർമ്മങ്ങളൊക്കെ നടത്തുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു മനുഷ്യൻ വേണമായിരുന്നു. നിങ്ങളുടെ ആവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അയാളെ വേണ്ടാതായി. അതാണ് സത്യം എന്ന് പറയുന്നത്. ഇത് പറയുമ്പോഴത്തേക്ക് ആളുകൾ കുറേ പേരെങ്കിലും വിചാരിക്കും നീ ശരിക്കും ഹിന്ദു തന്നെയാണോ എന്ന്. അതെ, ഞാനൊരു ഹിന്ദു തന്നെയാണ്. അത് ഞാൻ എവിടെയും നെഞ്ചിൽ കൈവച്ച് പറയും, ഞാനൊരു ഹിന്ദു തന്നെയാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ഈ ഒരു ജന്മത്തിൽ ഞാൻ ഒരു മതവും മാറാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ അപ്പൂപ്പനും എല്ലാവരും പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഹിന്ദുക്കൾ തന്നെയാണ്. സനാതന ധർമ്മത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് എന്ന് കരുതിയിട്ട് മറ്റു മതങ്ങളെ അംഗീകരിക്കാതെ അവരെ നികൃഷ്ട വസ്തുവായിട്ട് കാണുന്ന ഒരാളേ അല്ല ഞാൻ. എല്ലാ മതങ്ങളെയും എൻ്റെ വല്യമ്മ ക്രിസ്ത്യൻസാണ് എന്ന് കരുതി ഞങ്ങളുടെ വല്യച്ഛൻ അദ്ദേഹം ഹിന്ദു തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അവരുടെ നാട്ടിൽ അവർ വിവാഹമൊക്കെ കഴിഞ്ഞ് എറണാകുളത്താണ് താമസിക്കുന്നത്. അവരുടെ മക്കൾ അവരെല്ലാവരും ക്രിസ്ത്യൻ രീതിയിലാണ് വളരുന്നത്, ജീവിക്കുന്നത് ക്രിസ്ത്യൻ രീതിയിലാണ്. പക്ഷേ അവർ ഇവിടെ വരാറുണ്ട്, നമ്മളുമായിട്ട് എല്ലാവരുമായിട്ട് കുടുംബക്കാരുമായിട്ടൊക്കെ സഹകരിക്കാറുമുണ്ട്. അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. സത്യത്തിൽ ഈ ജാതി മതം എന്നൊക്കെ പറയുന്നത് എന്താണ് സത്യത്തിൽ? നിങ്ങളൊന്ന് പറയൂ. ഒരു വിവാഹം, ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അപ്പോഴും നമ്മൾ ഈ പറയും പോലെ മതവും വർഗവും എല്ലാം നമ്മൾ നോക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നോക്കാം. പക്ഷേ അത് അല്ലാത്ത പക്ഷം അതൊക്കെ നോക്കേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഒരാളോട് സൗഹൃദം ഉണ്ടാകുമ്പോൾ അപ്പോൾ ജാതിയും മതവും ഒക്കെ നോക്കിയിട്ടാണോ നമ്മളൊരു സൗഹൃദം ഒരാളോട് തോന്നുക എന്ന് വെച്ചാൽ? അല്ലല്ലോ. ഈ പറയുന്ന അതൊക്കെ പോട്ടെ, അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിലേക്കൊന്നും നമുക്ക് പോകണ്ട. പക്ഷേ ഈ മനാഫിനോട് നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഈ ഒരു മെൻറ്റാലിറ്റി അത് കുറേ മാറ്റണം. നിങ്ങൾ ഇതുപോലെയൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ ഛർദ്ദിച്ച് കൂട്ടുകയാണെങ്കിൽ ഇവിടെ വലിയ വലിയ വിഷയങ്ങളുണ്ടാവും. അതിനായിട്ട് നിങ്ങളൊക്കെ അവസരം ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഇപ്പം നിങ്ങൾ അവകാശപ്പെടുന്നു മനാഫ് 4 കെട്ടിയെന്ന് ഒരു പോസ്റ്റിൽ പറയുന്നത് കണ്ടു. മനാഫ് കുറേ കല്യാണങ്ങൾ കഴിച്ചിട്ടുള്ള പാർട്ടിയാണെന്ന് പറയുന്നു. അയാൾ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്ത് വേണേലായിക്കോട്ടെ, അത് അയാളുടെ സ്വന്തം കാര്യമാണ്. അയാളല്ലെങ്കിൽ 10 കെട്ടട്ടെ, അതുകൊണ്ട് നമുക്കെന്താണ് പ്രശ്നം? അയാൾക്ക് 50 ഭാര്യമാരുണ്ടാവട്ടെ, അത് 50 പേരെയും അയാൾ സംരക്ഷിച്ചോളും. നമ്മുടെ ആരുടെയും കുടുംബത്ത് വന്ന് അയാൾ വിവാഹം ആലോചിച്ചില്ലല്ലോ. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ മനാഫിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു വീഴ്ചയെന്ന് പറഞ്ഞാൽ അയാൾ കുറച്ച് ആവേശം കാണിച്ചു പോയി. അത് ഞാൻ എവിടെയും പറയുന്ന കാര്യമാണ്. അതായത് അർജുൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ 4ാമത്തെ കുഞ്ഞായിട്ട് വളർത്തും എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ശരിക്കും അങ്ങേര് അതിന് അർത്ഥമെന്ന് പറഞ്ഞാൽ അർജുൻ്റെ ഭാര്യയെ അയാളങ്ങ് ഏറ്റെടുക്കും എന്നല്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അങ്ങനെയൊക്കെ കടന്ന് ചിന്തിക്കുന്ന, അങ്ങനെ ഒരു അല്പത്തരത്തിലൂടെ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ഇത്രയും അല്പത്തരത്തിലൂടെ ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെയൊക്കെ മനസ്സെന്താ ഇത്രയും ഇടുങ്ങിയതാണോ? അയാൾ ചില ആളുകളില്ലേ മൈക്ക് കിട്ടുമ്പോൾ എന്തും പറയും എന്നുള്ള കാര്യം, അതുപോലെ ചാനലുകാർ വന്നപ്പോഴത്തേക്ക് ആ ഒരു ആവേശം കൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു പോയതാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെ മനാഫ് ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമല്ല. അത്രയും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത, അത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബമൊന്നും അല്ല അവരുടേത്. അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനാഫിൻ്റെ ഈ വാക്കുകളെ അവർക്ക് തട്ടിയതും അതുകൊണ്ട് തന്നെയാണ്. എന്ന് കരുതിയിട്ട് ഇതിനെ ചൂഷണം ചെയ്തിട്ട് അത് ഈ പറയും പോലെ അർജുൻ്റെ ഭാര്യയെ ലക്ഷ്യമിട്ടാണ് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കുകളോട് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ അല്പത്തരം മാത്രമാണ്. നിങ്ങളിങ്ങനെ വാ തുറന്ന് എപ്പോഴും എന്തിനും എവിടെയും ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ ഇങ്ങനെ വർഗീയത പറയരുത്. ഇത്രയും വലിയ വേദനയുള്ള നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന അർജുൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എൻ്റെ ചോദ്യമാണ്. നിങ്ങൾ ആരെങ്കിലും, നിങ്ങൾക്കൊക്കെ അത്യാവശ്യം വരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ്.
അപ്പോൾ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് മാസം കിട്ടിയ നിങ്ങളുടെ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് അർജുൻ്റെ, ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരുപാട് പേര് മീഡിയക്കാരായാലും യൂട്യൂബർമാരായാലും എല്ലാവരും ഈ അർജുൻ്റെ ബോഡി കൊണ്ടുവന്ന് ദഹിപ്പിച്ചു. എന്നിട്ട് ഇപ്പോൾ ഈ സമയം വരെയും അർജുൻ്റെ കേസ് പറഞ്ഞ് ആളുകൾ സമ്പാദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്ന് ഒരു 10% പോട്ടെ, 1% നിങ്ങൾ ആരെങ്കിലും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ തയ്യാറായോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഇങ്ങനെ പറയുന്നത്? വെറുതെ ഇങ്ങനെ സ്വയം പോസ്റ്റ് ഇട്ട് നമ്മുടെ വർഗത്തെ തന്നെ മാനം കെടുത്തത്തക്ക രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത്. എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വർഗീയത വിഷം തുപ്പാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. നമ്മളെല്ലാവരും ഈ നിൽക്കുന്ന നിപ്പിൽ ഈ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ അപ്പം തീരത്തക്ക കാര്യമുള്ളൂ എല്ലാം. അല്പ ആയുസ്സുള്ള മനുഷ്യൻ ഇങ്ങനെ എല്ലാ കാര്യത്തിലും വർഗീയത പറയരുത്. നമ്മൾ വീണ് കിടക്കുന്ന സമയത്ത് നമുക്ക് ആരാണ് കുടിക്കാൻ വെള്ളം തരുന്നതെന്ന് ആർക്കും അറിയില്ല. അതൊക്കെ പരമമായ സത്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ശശികല ടീച്ചറായാലും ലക്ഷ്മി ചേച്ചി ആയാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ പെട്ടെന്ന് ഒരു റോഡിൽ വെച്ച് സുഖമില്ലാണ്ടായി അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് പ്രഷർ കയറോ എന്തെങ്കിലും ചെയ്തിട്ട് ഒന്ന് കുഴഞ്ഞു വീണു എന്നിരിക്കട്ടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്തിന് നിങ്ങൾക്ക് പെട്ടെന്ന് വെള്ളം കൊണ്ടുവന്ന് വായിലൊഴിച്ച് തരുന്നത് ഒരു മുസ്ലിം ആണെങ്കിൽ, അയ്യോ ജിഹാദിയുടെ വെള്ളം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വായ പൊത്തിപ്പിടിക്കുമോ ആ സമയത്ത്? ഇല്ലല്ലോ. നിങ്ങൾ കുടിക്കില്ലേ വെള്ളം? ഒരു ക്രിസ്ത്യാനിയാണ് കൊണ്ട് വെള്ളം ഒഴിച്ചു തരുന്നെങ്കിൽ, അയ്യോ മാപ്പിളയന്മാരെ വെള്ളം ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാ പൊത്തിപ്പിടിക്കുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് വിദ്വേഷങ്ങൾ പരത്താനായിട്ട് എന്തിനാണ് നിൽക്കുന്നത്? നമ്മളെല്ലാവരും ഒന്നാണെന്ന് കരുത്. അപ്പോൾ തീരത്തൊക്കെ പ്രശ്നമേ ഉള്ളൂ ഇത്. നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വിവാഹം കഴിപ്പിക്കാം. നമ്മുടെ സമുദായത്തിൽ നിന്ന് നമുക്ക് വിവാഹം കഴിപ്പിക്കാം. നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാം. അവിടെ മറ്റൊരു മതക്കാരെ കയറ്റേണ്ട നമ്മൾ. അവിടെ നമുക്ക് നമ്മുടെ ആചാരങ്ങളെ കാത്തു സൂക്ഷിക്കാം. അവരുടെ അതുപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങളിലേക്ക് നമുക്കും കൈകടത്തണ്ട. എന്നാൽ അല്ലാതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് വളരെ സൗഹൃദമായിട്ട് തോളോട് തോൾ ചേർന്ന് പോവാം. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങളെപ്പോലെയുള്ള ചിലർ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പറയുന്നത് കൊണ്ടാണ് ഈ മറ്റുള്ളവർ മൊത്തത്തിൽ സംഘികൾ കുഴപ്പക്കാരാണ്, സംഘികൾ മൊത്തത്തിൽ ഗുണ്ടായിസമാണ്, തീവ്രവാദികളെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വാക്കുകൾ മറ്റുള്ളവർക്ക് പറയാനുള്ള അവസരം നമ്മളായിട്ട് തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത്. അതിൻ്റെ ഒരു ആവശ്യമില്ല. നല്ല കാര്യങ്ങൾ പറയുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോഴായിരിക്കും നമ്മളുടെ തലമുറകളും നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്ത് വരുന്നത്. ഇപ്പോഴേ ഇതുപോലെയൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മുടെ തലമുറകളും അവരെ മനസ്സിലും ഇതുപോലെയുള്ള വർഗീയ വിഷം കുത്തി നിറച്ചാണ് അവരും വളരുന്നത്. അതിനുള്ള അവസരം നമ്മളായിട്ട് എന്തിനു കൊടുക്കണം? എല്ലാവരെയും മനുഷ്യരായിട്ട് കാണൂ. ആ മനുഷ്യൻ നന്മ കൊണ്ട് ചെയ്തു പോയ കാര്യങ്ങൾക്കൊക്കെ അയാളെ ഇനിയെങ്കിലും നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്താതിരിക്കും. എനിക്ക് ഇതാണ് നിങ്ങളോടൊക്കെ പറയാനായിട്ടുള്ളത്.